വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. വിശ്വാസ്യത തെളിയിക്കാൻ മരുന്ന് സ്വയം കഴിച്ച ഡോക്ടർ പി.എ. ബൈജു അന്തരിച്ചു. കഴിഞ്ഞ 9 വർഷമായി ബൈജു തളർന്ന കിടപ്പിലായിരുന്നു. ബൈജു മരുന്ന് നൽകിയ രോഗി തളർന്നു വീണിരുന്നു. ഇതേ തുടർന്ന് വിശ്വാസ്യത തെളിയിക്കാനാണ് ബൈജു സ്വയം മരുന്ന് കഴിച്ചത്. ഈ മരുന്നിൽ പിന്നീട് കീടനാശിനിയുടെ അംശം കണ്ടെത്തി. വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ചേരുകയാണ്. അലക്സ, 9 വർഷമായി ഒരേ കിടപ്പിൽ ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ്. എപ്പോഴായിരുന്നു അന്ത്യം? മറ്റു വിവരങ്ങൾ കൂടി. അഞ്ജു നേരത്തെ പറഞ്ഞതുപോലെ 2007 ഈ സംഭവം നടക്കുന്നത്. 2007 ജനുവരി 27 അടിമാലിയിലെ ആയുർവേദ ഡോക്ടറായി അദ്ദേഹം സേവനം അനുഷ്ഠിക്കുമ്പോഴാണ് അന്ന് ആശുപത്രിയിലെത്തിയ ശാന്ത എന്ന സ്ത്രീക്ക് അദ്ദേഹം ഒരു കഷായം കുറിച്ചു കൊടുത്തത്. ഈ കഷായം, ഇത് രസനപഞ്ചകം എന്ന ഈ കഷായം ഈ ശാന്ത എന്ന് പറയുന്ന സ്ത്രീ ഇവർ വീട്ടിൽ കൊണ്ടുവച്ചു. അന്നേ ദിവസം ഇവരത് കഴിച്ചില്ല. പിറ്റേ ദിവസമാണ് ഇവരത് കഴിക്കുന്നത്. ഇവരെ അപായപ്പെടുത്താനായി ഇവരുടെ ഭർത്താവ് തന്നെ അതിൽ കീടനാശിനിയോ മറ്റ് വിഷമോ എന്തോ കലർത്തിയിരുന്നു. ഇവർ പിറ്റേ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് ഈ കഷായം കഴിച്ചത്. അതിനെ തുടർന്ന് ഈ ശാന്ത എന്ന് പറയുന്ന സ്ത്രീ തളർന്നു വീഴുകയും ബോധരഹിതയാകുകയും ചെയ്തു. തുടർന്ന് നാട്ടുകാർ കൂടി സംഭവം വഷളായി. തുടർന്നാണ് ശാന്ത ഇങ്ങനെ പറഞ്ഞത്. ഇത്തരമൊരു ഡോക്ടർ ബൈജു നൽകിയ ആ മരുന്ന് കഴിച്ചാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയുകയും ആളുകൾ ബൈജുവിന്റെ വീട്ടിലെത്തി പ്രശ്നമുണ്ടാക്കുകയും ചെയ്തത്. താൻ നൽകിയ കഷായത്തിൽ ഇങ്ങനെ ഒരു കാര്യം അല്ലെങ്കിൽ കുഴപ്പം ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യം ബൈജു സമ്മതിച്ചില്ല. അങ്ങനെ ഉണ്ടാകേണ്ട സാധ്യതയില്ല എന്ന് അദ്ദേഹം തന്നെ അന്ന് അവരോട് വ്യക്തമാക്കി. പക്ഷേ ആളുകൾ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാത്തതിനെ തുടർന്നാണ് നേരത്തെ അഞ്ചു സൂചിപ്പിച്ചതുപോലെ വിശ്വാസ്യതയിലേക്ക് അദ്ദേഹം ആ മരുന്ന് സ്വയം കഴിച്ചത്. മരുന്ന് കഴിച്ചതിന് ശേഷം അദ്ദേഹവും ബോധരഹിതരായി വീഴുകയായിരുന്നു. തുടർന്ന് 9 വർഷം അദ്ദേഹം ഒരേ കിടപ്പിൽ തന്നെയായിരുന്നു. സംസാരശേഷി പോലും നഷ്ടപ്പെട്ട് വല്ലാത്തൊരവസ്ഥയിൽ അദ്ദേഹം തീരെ ആവശ്യത അല്ലെങ്കിൽ എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ അദ്ദേഹം കിടപ്പിലായിരുന്നു. ഇന്ന് രാവിലെ 4:30 മണിയോടുകൂടിയാണ് അദ്ദേഹം മരിച്ചത്. മൂവാറ്റുപുഴ സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയും ഡോക്ടറാണ്, ഡോക്ടർ സിൻസി. അഞ്ജു. ശരി, അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. കാവേരി നദീജല തർക്കത്തിൽ കർണാടകയ്ക്ക് വീണ്ടും തിരിച്ചടി. ജലം നൽകാനുള്ള സുപ്രീംകോടതി ഉത്തരവ് റദ്ദാക്കണമെന്ന കർണാടകത്തിന്റെ ആവശ്യം സുപ്രീംകോടതി തള്ളി. 12,000 ക്യൂസെക്സ് വെള്ളം തമിഴ്നാടിന് വിട്ടു നൽകണം. ജലം നൽകാനുള്ള ഉത്തരവിനെതിരെ കർണാടകയിൽ നടക്കുന്ന വ്യാപക അക്രമത്തിലും സുപ്രീംകോടതി പ്രതിഷേധം പ്രകടിപ്പിച്ചു. പൗരന്മാരും ഭരണകൂടവും വിധികൾ അംഗീകരിക്കണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. കാവേരി നദിയിൽ നിന്നും 15,000 ക്യൂസെക്സ് വെള്ളം കർണാടക തമിഴ്നാടിന് നൽകണമെന്നാണ് സുപ്രീംകോടതി സെപ്റ്റംബർ 5 വിധിച്ചത്. ഈ ഉത്തരവ് ഭേദഗതി ചെയ്ത് 12,000 ക്യൂസെക്സ് ജലം തമിഴ്നാടിന് നൽകാൻ കർണാടകത്തോട് സുപ്രീംകോടതി ഉത്തരവിട്ടു. ഈ മാസം 20-ാം തീയതി മുതൽ 10 ദിവസത്തേക്ക് ജലം നൽകണം. ജലം നൽകാനുള്ള ഉത്തരവ് റദ്ദാക്കണമെന്ന കർണാടകയുടെ ആവശ്യം തള്ളിയ സുപ്രീംകോടതി മുൻവിധിക്കെതിരെ നടക്കുന്ന വ്യാപക അക്രമങ്ങളിലുമുള്ള അതൃപ്തിയും വ്യക്തമാക്കി. പൗരന്മാരും ഭരണകൂടവും വിധിന്യായങ്ങൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്. നിയമം കയ്യിലെടുക്കുകയല്ല വേണ്ടത്. എതിർപ്പറിയിക്കാൻ നിയമപരമായ മാർഗങ്ങൾ അവലംബിക്കണമെന്നും ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ച് അറിയിച്ചു. മഴക്കുറവും ജലദൗർലഭ്യവും കണക്കിലെടുക്കുമ്പോൾ തമിഴ്നാടിന് ജലം നൽകാനാകില്ലെന്നായിരുന്നു കർണാടകയുടെ പ്രധാന വാദം. കർഷകർ ദുരിതത്തിലാകും. പക്ഷേ ആദ്യ വിധി നടപ്പിലാകാതെ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത് സുപ്രീംകോടതി പരിശോധിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. തിരികെ വാർത്തകളിലേക്ക്. മദ്യത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കണമെന്ന് കേന്ദ്ര സർക്കാർ. ആരോഗ്യത്തിന് ഹാനികരമായ രാസവസ്തുക്കൾ ഒഴിവാക്കാൻ നിർദ്ദേശം. കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി ഇത് സംബന്ധിച്ച കരട് വിജ്ഞാപനം പുറത്തിറക്കി. ഗുണനിലവാരമില്ലാത്ത മദ്യ ഉപയോഗം വർദ്ധിച്ചതോടെയാണ് മദ്യത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാൻ കർശന മാനദണ്ഡങ്ങൾ കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി കൊണ്ടുവന്നിരിക്കുന്നത്. ഗുണനിലവാരമുള്ള മദ്യം ഉപയോഗിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനുമുള്ള മാനദണ്ഡങ്ങളാണ് പുറത്തിറക്കിയ കരട് വിജ്ഞാപനത്തിലുള്ളത്. ആരോഗ്യത്തെ ബാധിക്കുന്ന രാസവസ്തുക്കളും കളറുകളും മദ്യത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നു. ഇപ്പോൾ മദ്യത്തിൽ ഉപയോഗിക്കുന്ന ക്ലോറൽ ഹൈഡ്രേറ്റ്, അമോണിയം ക്ലോറൈഡ് തുടങ്ങിയ മാരക രാസവസ്തുക്കൾ ഒഴിവാക്കാനും വിജ്ഞാപനത്തിൽ നിർദ്ദേശിക്കുന്നു. ഇവ ഉപയോഗിക്കുന്ന മദ്യങ്ങൾ നിരോധിക്കണമെന്നും കരട് മാനദണ്ഡത്തിൽ വ്യക്തമാക്കുന്നു. വൈൻ മുതലുള്ള എല്ലാ തരത്തിലുള്ള മദ്യങ്ങൾക്കും ഈ മാനദണ്ഡങ്ങൾ ബാധകമാണ്. ഉപയോഗിക്കുന്ന സ്പിരിറ്റ്, കാരാമൽ ഒഴികെയുള്ള രാസവസ്തുക്കളിൽ ഉൾക്കൊള്ളാത്തതാണെന്ന് മദ്യക്കമ്പനികൾ തന്നെ ഉറപ്പാക്കണമെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നു. നിറം, മണം, രുചി എന്നിവയ്ക്കായി ചേർക്കുന്ന രാസവസ്തുക്കൾ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി അംഗീകരിച്ചതാകണമെന്നും നിർദ്ദേശമുണ്ട്. മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചില്ലെങ്കിൽ മദ്യനിർമ്മാണ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടുന്നതിനുള്ള അധികാരവും അതത് അതോറിറ്റികൾക്കുണ്ടാകും. എന്നാൽ ഇക്കാര്യത്തിലെ മദ്യക്കമ്പനികളുടെ എതിർപ്പ് എങ്ങനെ മറികടക്കുമെന്നതാണ് കണ്ടറിയേണ്ടത്. ക്യാമറമാൻ ഗോപി കടവല്ലൂരിനൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി.
ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ വിശ്വാസി ലോകം ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നു. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകന്മാരുടെ പാത പിന്തുടർന്ന ജീവിതം ലോകത്തിനായി സമർപ്പിക്കുകയെന്ന സന്ദേശവുമായാണ് വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. തിരുവനന്തപുരം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ ഈദ്ഗാഹിലെ വലിയ പെരുന്നാൾ നമസ്കാരത്തിന് പാളയം മുസ്ലിം ജമാഅത്ത് ഇമാം VP സുഹൈബ് മൗലവി നേതൃത്വം നൽകി. എല്ലാ മതവിഭാഗങ്ങളും ഐക്യത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണമെന്ന സുഹൈബ് മൗലവി പറഞ്ഞു. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായി എന്നെന്നും ഭൂമിയിൽ ശാന്തത നിലനിർത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയുമാണ് നമ്മുടെ ബാധ്യത. അതാണ് പെരുന്നാളുകൾ നമ്മോട് വിളിച്ചു പറയുന്നത്. പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥന അതായിരുന്നു, റബ്ബിജിൽ ഹാദൽ ബലദ ആമിന, അടച്ചവരെ ഈ നാടിനെ നിർഭയത്വമുള്ള സമാധാനമുള്ള നാടാക്കി മാറ്റേണമേ എന്നായിരുന്നു പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്. കൊച്ചിയിൽ വിവിധയിടങ്ങളിൽ ഈദ്ഗാഹും പ്രത്യേക പ്രാർത്ഥനയും നടന്നു. കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന നമസ്കാര ചടങ്ങിൽ ഡോക്ടർ AI അബ്ദുൽ മജീദ് സലാഹി നേതൃത്വം നൽകി. നടൻ മമ്മൂട്ടി, മകൻ ദുൽഖർ സൽമാൻ, സംവിധായകൻ സിദ്ദീഖ് എന്നിവർ പങ്കെടുത്തു. കോഴിക്കോട് കടപ്പുറത്ത് സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന നമസ്കാര ചടങ്ങിൽ ഷെരീഫ് മേലേതിൽ നേതൃത്വം നൽകി. വിവിധയിടങ്ങളിലെ പള്ളികളിലും പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു. പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ ത്യാഗപൂർണമായ ജീവിതത്തിന്റെ ഓർമ്മയിൽ അല്ലാഹു അക്ബർ വിളികളുമായി നൂറുകണക്കിന് ആളുകളാണ് പള്ളികളിലേക്കും ഈദ്ഗാഹുകളിലേക്കും എത്തിയിരുന്നത്. ന്യൂസ് ഡെസ്ക്. സംസ്ഥാനത്ത് നാടും നഗരവും ഓണാഘോഷത്തിന്റെ തിരക്കിലും തിമിർപ്പിലുമാണ്. സംസ്ഥാന സർക്കാർ ഒരുക്കുന്ന ഓണം വാരാഘോഷത്തിന് ഇന്ന് തലസ്ഥാനത്ത് തിരിതെളിയും. വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ദീപാലങ്കാരങ്ങളുടെ പൊൻപ്രഭയിൽ ഓണത്തെ വരവേൽക്കാൻ നഗരം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. 18-ന് നടക്കുന്ന വർണ്ണശബളമായ സാംസ്കാരിക ഘോഷയാത്രയോടെ ഓണാഘോഷത്തിന് തിരശ്ശീല വീഴും. ഈ ഓണാഘോഷം എന്ന് പറയുമ്പോൾ ആഘോഷത്തിന് മാറ്റ് വരണമെങ്കിൽ ഷോപ്പിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ ആൾക്കാരും ഈ ഷോപ്പിങ്ങിൽ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ഈ വസ്ത്രങ്ങൾ വാങ്ങുക എന്നുള്ളതാണ്. കാരണം പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടാണ് ഈ ഓണം ആഘോഷിക്കുന്നത്. അതിനുശേഷമാണ് ഈ ഓണ സദ്യ ഒരുക്കുന്നതിനും അതുപോലെയുള്ള മറ്റ് വീട്ടു സാധനങ്ങൾ ശേഖരിക്കുന്നതിനുമായിട്ടുള്ള ഷോപ്പിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാ തരം ഷോപ്പിങ്ങിന് വേണ്ടിയാണ് ആളുകൾ ഈ ഓരോ മണിക്കൂറുകളിലും ഇനി ഓരോ മേഖലകളിലേക്ക് ഇങ്ങനെ ഒഴുകിയെത്തുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ വലിയൊരു തിരക്ക്. അത് എവിടെ പോയാലും, അതിപ്പോൾ ടെക്സ്റ്റൈൽസിൽ കയറിയാലും ശരി, അതുപോലെ തന്നെ ഏത് മാർക്കറ്റിൽ പോയാലും അത്തരത്തിലുള്ള തിരക്കാണ്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടികളാണ് സർക്കാർ തലസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത്. ഓണം വാരാഘോഷത്തിന്റെ വരവറിയിച്ച് തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരാങ്കണത്തിൽ ഓണപ്പതാക ഉയർന്നു. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓണം വാരാഘോഷത്തിന് തിരിതെളിയിക്കും. ഗാനഗന്ധർവൻ ഡോക്ടർ KJ യേശുദാസ് ചടങ്ങിൽ മുഖ്യ അതിഥിയായിരിക്കും. നിശാഗന്ധി ഓഡിറ്റോറിയം, സെൻട്രൽ സ്റ്റേഡിയം, പൂജപ്പുര മൈതാനം തുടങ്ങി നഗരത്തിനകത്തും പുറത്തുമായി 30-ലധികം വേദികളിലായാണ് കലാപരിപാടികൾ 7 ദിവസങ്ങളിലായി അരങ്ങേറുന്നത്. TV ചാനലുകളും പ്രിന്റ് മീഡിയയും ഒരുക്കുന്ന മെഗാ ഷോയാണ് സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രധാന ആകർഷണം. ഗാനമേള, നൃത്തം, കേരളത്തിന്റെ തനത് നാടൻ കലകൾ, ശാസ്ത്രീയ സംഗീതം, കവിയരങ്ങ്, യോഗ, കളരിപ്പയറ്റ് തുടങ്ങിയവയും കാഴ്ചക്കാർക്കായി ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ വിഭവസമൃദ്ധമായിട്ടുള്ള ഐറ്റങ്ങളാണ് ഈ ഓണാഘോഷത്തിന് തലസ്ഥാനത്ത് ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ എത്തുന്നവർക്ക് ഇതിനു പുറമെ വിവിധ കേന്ദ്രങ്ങളിൽ അമ്യൂസ്മെൻറ്റ് പാർക്കുകളുണ്ട്. അതുപോലെ വിവിധ തരം മേളകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഗംഭീരമായിട്ട് ഒരു അടിപൊളി ഓണം തന്നെ ആഘോഷിക്കാം. ക്യാമറാമാൻ അഖിലേഷിനൊപ്പം സുനിൽ അരിമാൻ.